പക്ഷെ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് കൊടുത്തതും അത് നിങ്ങളെ വിശ്വസല്ലേ, പക്ഷെ നിങ്ങളത്ര വിശ്വസിക്കുന്ന പോലെ ഓളെ വിശ്വസിക്കുന്നില്ല ബിന്നീന. എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അക്ബറൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് 15-14 ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങില്. അപ്പൊ PR-ന്റെ ഒരു ആക്ടിവിറ്റി വന്ന് കഴിയുമ്പോ നമുക്ക് പറയേണ്ടി വരുന്നത് ഇവിടെ പേരാ. അത് ഇവിടെ മൊത്തത്തില് സംസാര വിഷയം. പിന്നെ അങ്ങനെ ചെയ്യരുതായിരുന്നു. അത് എമൗണ്ട് ഒക്കെ പറഞ്ഞ ഭയങ്കര മോശമായി പോയി. അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 7 അണിയറയിൽ നിന്നും ഏറെ ദുഃഖിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികം അവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല അനുമോളുടെ PR-നെ കുറിച്ചാണ്. അനുമോളുടെ PR-നെ കുറിച്ച് മാത്രമല്ല, സകല ആളുകളുടെയും PR വേലകളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരം അനുമോൾ ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും അധികം വോട്ട് നേടി മുന്നോട്ട് പോയ അനുമോൾ ഇപ്പോഴും വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അനുമോൾ ഫാൻസ് വിശ്വസിക്കുന്ന അനുമോൾ എന്ന് പറയുന്ന പ്രമുഖ താരത്തിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അനുമോൾക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി തെളിവുകളുമായി ഒരു പ്രമുഖ ബിഗ് ബോസ് താരം വന്നിരിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരം അനുമോളെ വഞ്ചിക്കുകയായിരുന്നു. ആ ഒരു കൊടും ചതി ചെയ്ത ബിന്നി എന്ന് പറയുന്ന കള്ളഹിമാറിനെ ഈ ആഴ്ച കൊച്ചിയിലേക്ക് എത്തിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് അനുമോളുടെ ഫാൻസ്. ഹൗസിനുള്ളിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് PR-കളെ കുറിച്ചാണ്. അതായത് അനീഷ് PR വെച്ചിരിക്കുന്നു. അനീഷിന്റെ വയലും പെരേടവും വിറ്റിട്ട് അനീഷ് PR കൊടുത്തിരിക്കുന്നു എന്നാണ് ആരോപണം. അതിനെ തുടർന്ന് അനീഷ് പൊട്ടിക്കരയുകയാണ്. എന്താണ് ഉണ്ടായത്? അതിനേക്കാൾ ഉപരി ഇപ്പോ പറയുന്നത് എന്റെ നെൽകൃഷിപ്പാടം വിറ്റിട്ട് ഞാൻ PR ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേന്ന് പറയുന്നു. അതുപോലെ എന്റെ ഭൂമി വിറ്റിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് PR ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് ബിഗ് ബോസിനോട് ഒരു അപേക്ഷയാണ്. എന്റെ വീട്ടിലേക്ക്, എന്റെ നാട്ടിലേക്ക് ബിഗ് ബോസിന്റെ ടീം പോകണം. എന്നിട്ട് എന്റെ വീട്ടുകാരോട് ചോദിക്കേണ്ട, എന്റെ നാട്ടുകാരോട് ചോദിക്കുക, ഇങ്ങനെ നെൽകൃഷിപ്പാടം എന്റെ വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്റെ ഭൂമി വിറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുക, അങ്ങനെ PR ചെയ്തിട്ടുണ്ടോന്ന് എന്റെ നാട്ടുകാരോട് ചോദിക്കും. അങ്ങനെ പ്രമുഖ താരങ്ങളെല്ലാം തങ്ങൾക്ക് PR ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അനുമോൾക്കെതിരെ ശക്തമായ തെളിവുകളുമായി ഒരു പ്രമുഖ ബിഗ് ബോസ് താരം, നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ, കഴിഞ്ഞ സീസണിൽ നെഞ്ചിലേറ്റി ലാളിച്ച ആ ഒരു പ്രമുഖ താരം മുന്നോട്ട് വന്നിരിക്കുന്നു. ഞെട്ടിക്കുന്ന തെളിവുകളാണ്. അനുമോൾക്ക് ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. അനുമോളെ ഒരുപക്ഷെ തോൽവിയുടെ അഗാധതയിലേക്ക് തള്ളിയിടാൻ പോന്നവണ്ണമുള്ള ഞെട്ടിക്കുന്ന തെളിവുകളുമായാണ് ആ ഒരു പകയം വന്നിരിക്കുന്നത്. ആരാണത്? വരട്ടെ, എന്താണ് എനിക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും കണ്ട് എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ വ്യക്തിയെ കാണാനായിരിക്കും. ജിൻഡോന്റെ ഒപ്പമുള്ള പിക്കന്നെ ഇടാൻ കാരണം, കഴിഞ്ഞ വർഷം ജിൻഡോയുടെ PR ആയിരുന്നു ഈ വ്യക്തി. ജിൻഡോ കപ്പടിച്ചതിൽ ഇയാളുടെ PR വർക്കിന് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഇവരുടെ ഒരു PR സ്ട്രാറ്റജി, അത് ഓരോ ഇയർ ഓരോ ഗെയിമറിനനുസരിച്ച് ഓരോ കണ്ടസ്റ്റന്റ് അവർ ആരുടെ PR വർക്കാണ് കൊടുക്കുക അതിനനുസരിച്ച് മാറി മറിഞ്ഞു വരിക്കും. ഓക്കെ, ഇത് മറ്റേ യുദ്ധത്തിൽ ഇമോഷൻസ് ഇല്ല, ചതിക്കാം, അങ്ങനെ പല രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള പോലെ തന്നെയാണ് ഇവരുടെ PR വർക്കുകളും. അവരുടെ കണ്ടസ്റ്റൻസിനെ കാശ് വാങ്ങി ജയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ. അതിന് ഇനി ഏത് കണ്ടസ്റ്റന്റിനെയോ അല്ലെങ്കിൽ ഏത് സിനാരിയോ ക്രിയേറ്റ് ചെയ്യാനും ദേ ആർ റെഡി ഫോർ ഇറ്റ്. മനസ്സിലായോ? അപ്പം ഈ PR തന്നെയാണ് ഇന്നിപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന അനുമോളുടെ PR എന്ന് പറയുന്ന വിനു വിജയ്. അതെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കണ്ണൻ സായി ആ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. വിനു വിജയ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ 13 ലക്ഷം രൂപ വാങ്ങി അനുമോളുടെ PR എടുത്തിരിക്കുന്നു. ഒരുപക്ഷെ പ്രമുഖ ബിഗ് ബോസ് താരമായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരടക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. ഇത് കനത്ത തിരിച്ചടിയാവോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല, ശക്തമായ തെളിവുകളടക്കം കണ്ണൻ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഒരു കരുതിക്കൂട്ടിയുള്ള അറ്റാക്കാണ് കണ്ണൻ നടത്തിയിരിക്കുന്നത്. എന്താണ് തെളിവുകൾ കണ്ണ? 2 വീഡിയോ ക്ലിപ്സ് ഇവിടെ പ്ലേ ചെയ്യാം. ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ചതാ. ഞാൻ അപ്പോഴേ വിനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇയർ ഞാൻ വിനുവിനെ ലോകങ്ങളെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഐ വിൽ ഷോ യു ദിസ് ഈസ് ദ PR മാൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒഫീഷ്യലി നിങ്ങൾക്ക് ഇവിടെ അനുമോളുടെ PR റിവീൽ ചെയ്യാണ്. ദിസ് ഈസ് വിനു വിജയ്. ഇതാണ് നമ്മുടെ അനുമോളുടെ PR, ഒഫീഷ്യൽ PR. സ്റ്റോപ്പ് റെക്കോർഡിംഗ്. 10 അനുമോക്കന്നെ ഓട്ടെ അല്ലേ? ഓക്കെ. നല്ല പണിയെടുക്കുന്ന PR. അനുമോളുടെ PR എത്ര ലക്ഷം വാങ്ങിച്ചെന്ന് പറ. ഞാൻ പറഞ്ഞുതരാം.
എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞ 13 ലക്ഷം രൂപ അപവാദങ്ങൾ പ്രചരിപ്പിക്കരുത്. നിങ്ങൾ നിങ്ങൾ എന്തിനാ ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഇന്നത്തോടു കൂടി വൈറലാവും. ഇന്നത്തിന്റെ എക്സ്ക്ലൂസീവ് ആണത്. ഒന്നാലോചിച്ച് നോക്ക, ബിന്നി കൊളുത്തിവിട്ട ഈ ഒരു തീ ബിന്നി എന്നൊരു പ്രമുഖ താരം നടത്തിയ ചതിയിലൂടെ കത്തിപ്പടർന്ന് അനുമോളുടെ അടിത്തറ ഇളകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ശക്തമായ തെളിവുകളടക്കം കണ്ണൻ സായി എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാകുമോ? ഒരുപക്ഷെ 2, 3, 4 സ്ഥാനം കിട്ടിയാൽ പോലും വലിയ രീതിയിലുള്ള ഒരു നാണക്കേടിലേക്ക് ബിഗ് ബോസിനെ തള്ളിയിട്ടേക്കാം. ആട്ടെ കണ്ണ, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക്? ഞാൻ തുറന്നു പറയാണ്, ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിൽ കയറിപ്പോയ ഒരാളാണ്. മനസ്സിലായോ? എന്നെ പല PR അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ PR ഇപ്പോൾ ആക്റ്റീവായിട്ട് പലർക്കും PR ചെയ്യുന്നുമുണ്ട് ഈ സീസണിൽ. പക്ഷെ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല, ആരോടും എൻ്റെ PR ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആകെ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. ഞാൻ ആകെ എൻ്റെ വൈഫ് ജിത്തുബായി പിന്നെ കുറച്ച് എനിക്ക് അറിയാവുന്ന ആളുകൾ കൂട്ടിപ്പോയ ഒരാളാണ്. അതെന്തായാലും നന്നായി. ഈ ഏതെങ്കിലും PR കമ്പനിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ആ PR കമ്പനി ഇന്ന് ഭൂലോകത്തെ കാണില്ലായിരുന്നു. അല്ല, എന്തായിരുന്നു അന്റെ ഒരു ലക്ഷ്യം? PR ഇല്ലാതെ പോയി കപ്പടിക്കാമെന്നായിരുന്നു അന്റെ ഒരു ധാരണ? എന്തായിരുന്നു അന്റെ ഒരു ലക്ഷ്യം? എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ കുറേ ഐറ്റങ്ങളായിരുന്നു. അതൊക്കെ ഞാൻ നേടി വന്നുകൊണ്ട് തന്നെ ഇനി എത്ര PR-ന്റെ നെഞ്ചത്ത് വന്ന് പൊങ്ങാലിട്ടാലും ഐ ആം ഹാപ്പി മാൻ ആൻഡ് ഐ ഹാവ് അച്ചീവ്ഡ് എ ലോട്ട്. മനസ്സിലായോ? ഞാൻ ഒരുപാട് അച്ചീവ് ചെയ്തു. അതായത് കണ്ണൻ പറയുന്നത് PR-ന്റെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ട് പോലും കണ്ണൻ അതിനെയൊക്കെ അതിജീവിച്ച് വലിയ രീതിയിലുള്ള അച്ചീവ്മെന്റ് പെട്ടിയും എടുത്തുകൊണ്ട് കണ്ണൻ വന്നതിനെയായിരിക്കാം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി. ഒരുപക്ഷെ PR-ന്റെ സാന്നിധ്യം ഇല്ലായിരുന്നെങ്കിൽ അതിലും വലിയ നേട്ടങ്ങളിലേക്ക് കണ്ണൻ എത്തിച്ചേരുമായിരുന്നു. അല്ല, കണ്ണന്റെ ഗെയിം ഒരുപക്ഷെ ജനങ്ങൾ അറിയാതെ പോയത് ഈ ഒരു PR-ന്റെ സാന്നിധ്യം കൊണ്ടായിരിക്കും. വിനു ചെയ്യുന്നത് വിനുവിന്റെ തൊഴിലാണ്, വിനുവിന്റെ ജോലിയാണ്. ഇപ്പൊ സീസൺ 6 വിനു ജിൻഡോയുടെ PR ആയിരുന്ന സമയത്ത്, ആ ഗെയിം നടക്കുന്ന സമയത്ത് ഇപ്പൊ കണ്ടസ്റ്റന്റ് ആയ ഞാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്കെതിരെ ആണെങ്കിൽ പോലും വിനുവിന്റെ പണിയെടുത്തിട്ടുണ്ട്. അതായത് കണ്ണൻ ആരോപിക്കുന്നത് സീസൺ 6 പല ഗെയിമുകളും കണ്ണന്റെ പല കളികളും പുറം ലോകത്തേക്ക്, കണ്ണനായിക്കോട്ടെ മറ്റ് മത്സരാർത്ഥികളായിക്കോട്ടെ, അത്തരം ആളുകളുടെ ഗെയിം പുറത്തേക്ക് എത്താതിരിക്കാനുള്ള കാരണം ഈ വിനുവാണ്. വിനു പുറത്തിരുന്ന് പണിയെടുത്തത് കൊണ്ടാണ് ഇവരുടെ ഒരു ഗെയിം യഥാർത്ഥ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്താതിരുന്നത് എന്നാണ് കണ്ണൻ ആരോപിക്കുന്നത്. അത് മാത്രമാണോ വിനു എന്ന് പറയുന്ന ഈ കള്ള ഹിമാറ് ഈ ഒരു പകയം ചെയ്തത്? ഒരു കൊടും ക്രൂരനായി പിന്നീട് ഓൻ മാറുകയായിരുന്നു. എന്തായിരുന്നു അത്? പിന്നെ ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പരിപാടികളും നിർത്തണം. ഇപ്പൊ ഞാൻ അടക്കമുള്ള പ്രീവിയസ് കണ്ടസ്റ്റൻസ് അനുഭവിക്കുന്നുണ്ട്. ഈ PR അടക്കമുള്ള ആളുകൾ ചെയ്തു വെച്ച ഒരു ഹെയ്റ്റ് നമുക്കെതിരെ അല്ലെങ്കിൽ ഫേക്ക് സാധനങ്ങൾ നമുക്കെതിരെ വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതിന്റെ ഒരു ഗ്രാവിറ്റിയിൽ നിന്നൊന്നും നമുക്കൊന്നും ഇപ്പോഴും പോകാൻ പറ്റില്ല. അതൊക്കെ നമ്മളെ ചുറ്റും ഇപ്പോഴും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തത് ഒരു 99% ഈ PR അവരവരുടെ പണി അന്ന് എടുത്തു വെച്ചത് ഇന്നും നമ്മളെ പിന്നാലെ ബാധ പോലെ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനാണ് ഏറ്റവും കൂടുതൽ PR കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ഞാൻ തന്നെയാണ് ദ റൈറ്റ് പേഴ്സൺ ടു എക്സ്പോസ് സം PRs ഓൾസോ. അതെ, മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ട് പോലും കണ്ണന്റെ ഗെയിമിനെ വളച്ചൊടിച്ച് ഒരു മോശം പ്രതിച്ഛായ കണ്ണന് നൽകിയും പുറത്തിറങ്ങിയതിനു ശേഷവും കണ്ണനെ ഉപദ്രവിക്കുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു PR വർക്ക് നടത്തിയതിന്റെ പിന്നിൽ വിനു ആണെന്നാണ് ആരോപിക്കുന്നത്. ഈ സീസണിൽ അനുമോൾ എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരത്തെ അത്തരത്തിൽ വളച്ചൊടിച്ച് വലിയൊരു താരമാക്കി മാറ്റിയതിനു ശേഷം വലിയൊരു പ്രതിച്ഛായ കൊടുത്ത് കപ്പ് നേടിക്കൊടുത്തതിനു ശേഷം പുറത്തിറങ്ങി മറ്റ് മത്സരാർത്ഥികളെ അറ്റാക്ക് ചെയ്യാനാണ് വിനുവിന്റെ ശ്രമമെന്നാണ് കണ്ണൻ ആരോപിക്കുന്നത്. അല്ല കണ്ണ, പ്രേക്ഷകരോട് ഏറ്റവും ഒടുവിലായി എന്താണ് പറയാനുള്ളത്? എന്ത് ഉപദേശമാണ് പ്രേക്ഷകർക്ക് ഒരു മുൻ മത്സരാർത്ഥി, പ്രഗത്ഭനായ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അങ്ങേക്ക് കൊടുക്കാനുള്ളത്? ഞാൻ ജനങ്ങളോട് ജെന്യുവിനായിട്ട് ഈ ഷോ കണ്ട് മാനിപ്പുലേറ്റ് ആയി പോകുന്ന ജനങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഗെയിം അസസ് ചെയ്യേണ്ടത് ഒരു 5 സെക്കൻഡ് റീല് കണ്ടിട്ടല്ല. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് കണ്ട ഒരു പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ അന്നത്തെ സിനാരിയോ അന്നത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകരുത്. ഇതിനൊരു ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉണ്ട് ബിഗ് ബോസിന്. ഒരു കണ്ടസ്റ്റന്റ് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് സ്റ്റോറി ലൈൻ, ഞാനിത് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടസ്റ്റന്റിന് 7-8 സ്റ്റോറി ലൈൻസ് കാണും. അതിൽ ഏത് സ്റ്റോറി ലൈനാണ് ഇവർ പ്രൊജക്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് മിനിമം ഒരു ഐഡിയ വേണം ഒരാൾക്ക്. അതാണ് കണ്ണൻ അത്തരത്തിലുള്ള എല്ലാ ഐഡിയകളും ഉണ്ടായത് കൊണ്ടാണ് ആ രീതിയിൽ പോയി നല്ല രീതിയിൽ ഗെയിം കളിക്കാനൊക്കെ കണ്ണനെ കൊണ്ട് സാധിച്ചത്. എന്നാൽ കണ്ണന്റെ ഗെയിമുകൾ പുറത്തെത്തിക്കാൻ തയ്യാറാവാതിരുന്ന അല്ലെങ്കിൽ അതിനെ എതിർത്ത, അതിനെ ഇല്ലാതാക്കിയ PR കളികൾ ഈ സീസണിൽ ഉണ്ടാവരുത്.
അത്തരത്തിലൊരു PR ഉണ്ടാവരുത് എന്നുള്ള വലിയ വാശി തന്നെയാണ് കണ്ണനുള്ളത്. ഇനിവേ ഇതുപോലെ അവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. നമുക്കറിയാം നിരവധി ആരാധകരുള്ള ഒരു പ്രമുഖ താരമായിരുന്നു അനുമോൾ. ഈ ഒരു അവസ്ഥയിൽ ഇത്രയും അധികം തെളിവുകൾ വന്ന സ്ഥിതിക്ക് അനുമോൾക്ക് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? അനുമോൾ ആർമി ഇതിനെ എങ്ങനെയാണ് നേരിടുക? കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏറെ ദൗർഭാഗ്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ തീർച്ചയായും ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.